സർവശക്തനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. രാവിലെ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കും. എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. ഈ രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധന ലീഡ് ചെയ്യുന്നതിന് വേണ്ടി യോഗിനി ബിനു കത്തുവാസിയെ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ നമുക്ക് ഒരുമിച്ചിടയാക്കിയവർക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാർ, മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ആദ്യമായി അറിയിക്കുന്നു. നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്ന, നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ആഴമായി മനസ്സിലാക്കി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ എപ്പോഴും പാടിയും സ്തുതിച്ചും ആയിരിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമുക്ക് പാടി കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കൂരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകിത്തുന്ന ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പിന്നെ നമുക്കായി കരുതുന്ന കർത്താവിനെ പറ്റി പാടി സ്തുതിക്കാം.
എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മുടെ ഏത് പ്രതികൂലങ്ങളിലും നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ കൈവിടാത്ത കർത്താവ് നമ്മോട് ഓരോ ദിവസവും വഴി നടത്തി പരിപാലിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനും കരുതലുകൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെ ദൈവത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്തദാസന്മാരുള്ള ദേവിയെ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം ഭാഗ്യത്താണ്. കർത്താവിനെ മഹത്വമുണ്ടാകട്ടെ. രാവിലെ സമയം നമുക്ക് അനുഗ്രഹീതമായ ഗാനങ്ങൾ ശ്രദ്ധിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്തദാസിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പരീക്ഷാഘട്ടങ്ങളിലും നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുള്ളതിനാൽ ആ കർത്താവിന്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നെയും ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. തുടർന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷത്തിന്റെ ആരംഭ സമയത്ത് ആരംഭിച്ച ഈ പ്രാർത്ഥന ഈ മാസത്തിന്റെ ഈ നിമിഷം വരെ സ്വഭാവത്തിൽ നമുക്ക് പ്രകാരം പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ നമുക്ക് അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനുള്ള സമയമാണ്.
പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായി UAE-യിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ബ്രദർ ജെയിംസ് വർഗീസ് ഞാനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ ബഹുമാനിയ കർത്താദാസിനെ അതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ രാത്രികാലം നമ്മളെ ഏവരെ അതിശയകരമായ സ്വർഗപിതാവ് കാത്തു പരിപാലിച്ചതിനായി നന്ദി ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിഷയത്തിൽ വന്ന രണ്ട് പ്രധാനപ്പെട്ട രണ്ട് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ വിഷയം ഇപ്പോൾ പറയുന്നതായിരിക്കും. എറണാകുളം പാസ്റ്റർ സിബിൻ മാത്യുവിൻ്റെ മകൻ ജെറിമയെ 7.5 വയസ്സുള്ള കുഞ്ഞ് കട്ടിയുള്ള ആഹാരം കഴിക്കാതെ 1 മാസമായി കഴിയുന്നു. ഇന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നു. കുഞ്ഞിൻ്റെ അത്ഭുതകരമായ സൗഖ്യത്തിനായി നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ പാസ്റ്റർ ദൈവദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു അപകടത്തിൽപ്പെട്ട് ഒരു പൊട്ടലുണ്ടായി വളരെ ഭാരപ്പെട്ട് കഴിയുന്നു. കർത്താവിനെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകൽ വേളയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. ഇങ്ങനൊരു പകൽക്കാലം നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്കൊരവസരം തന്നല്ലോ. കഴിഞ്ഞ രാത്രി സുഖകരമായി ഉറക്കി രാവിലെ എഴുന്നേൽക്കുവാൻ, കർത്താവിനെ മുഖത്തേക്ക് നോക്കുവാൻ, കർത്താവെ നിന്നെ ഒന്ന് സ്തുതിപ്പാൻ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കർത്താവ് നിന്റെ സന്നിധിയിലായിരിക്കാൻ നീ സഹായിച്ച കൃപയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ പറയപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എറണാകുളത്തിലുള്ള കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ സൗഖ്യമില്ലാതായിരിക്കുന്നല്ല കർത്താവെ, ദൈവമേ ആ കുഞ്ഞിനെ പൂർണ്ണമായി വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായിരുന്നാലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ കർത്താവെ. ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ വന്ന ഒരു രോഗികളെയും കർത്താവ് മടക്കി അയച്ചിട്ടില്ല, വെറുതെ മടക്കി അയച്ചിട്ടില്ലല്ലോ കർത്താവ്. ഇന്ന് രാവിലെ ഞങ്ങൾ ആ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ആണിപ്പുകളുടെ കാര്യം തൊട്ട് കുഞ്ഞിന് സൗഖ്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അങ്ങേ അങ്ങ് തൊട്ടവരും കർത്താവെ സൗഖ്യം പ്രാപിച്ചല്ലോ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ദൈവമേ ഞങ്ങൾ അങ്ങോട്ട് കർത്താവെ യാചിക്കുന്നു, സൗഖ്യം പ്രദാനം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വരും ദിവസങ്ങളിൽ കർത്താവ് സൗഖ്യമുണ്ട് എന്ന് സന്തോഷ വാർത്ത കേൾക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ദൈവദാസന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആ കർത്താവെ ആക്സിഡന്റ് ഉണ്ടായി കപ്പട്ടിലുണ്ടായ സ്ഥാനത്ത് കർത്താവ് മാംസവും ഹഡ്ഡിയൊക്കെ വെച്ച് അത് കർത്താവ് പൂർണ്ണമായി കർത്താവ് നിറയുവാൻ സൗഖ്യമാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദാസിനെയോട് എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേല ചെയ്യുവാൻ കർത്താവിന്റെ ദാസിനെ ബലപ്പെടുത്തിക്കാട്ട് സൗഖ്യം കൊടുക്കാട്ട് കർത്താവെ. അങ്ങയുടെ ആണിപ്പഴുള്ള കരം തുടർമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ അടിപ്പിടലാൽ സൗഖ്യം വന്നു എന്ന് പറയുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് മുഴുവുള്ള എല്ലാ ഭാഗങ്ങളെയും കർത്താവ് കഴുകി കർത്താവ് എടുപ്പാക്കി ശുദ്ധീകരിച്ച് കർത്താവ് പൂർണ്ണമായി വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സൗഖ്യമായി ചരിക്കാൻ നിങ്ങളോട് സ്തോത്രം. സൗഖ്യത്തിന്റെ കരം നീട്ടി ദൈവമേ ഇത്രയും വേഗത്തെ എഴുന്നേൽപ്പിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ അത്ഭുത വിടുതൽ കാണുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. കേട്ടിരിക്കാൻ സ്തോത്രം. സർവേശ്വര ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടും കൃപയോടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമുക്ക് നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുപോലെ ഈ നൈജീരിയക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ വേലക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നവിടെ സുവിശേഷം സ്വാതന്ത്ര്യമില്ലാത്ത ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനയെ പ്രത്യേകം ഓർക്കാം. കർത്താസ്മാരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങൾ കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിനെ പറ്റി ഒരാൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ പ്രഭാതകാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവ്. ഒരു പ്രാവശ്യം കൂടെ അപ്പച്ചന്റെ പാദപീഠത്തിൽ അടുത്തു വരാൻ തൊക്കണം സ്വർഗത്തിലെ ദൈവയുടെയാക്കിയ സമയത്തിനാണ് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവ്. ഈ പറയപ്പെട്ട വിഷയത്തിന് വേണ്ടി പ്രത്യേകതയുമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്തോത്രം. നൈജീരിയ അതുപോലെ മറ്റുള്ള കർത്താവ് കൺട്രികളില് സുശേഷത്തിന് വിരോധമായി കർത്താവ് വളരെ ശക്തമായി ഹല്ലേലൂയ
ദൈവമേ ഹാല് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ ഹല്ലേലൂയ അനേക ദൈവമക്കളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു ദൈവമേ ഹാലിലെ സ്ഥലമാണല്ലോ. ആ വിഷയങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രത്യേക കർത്താവെ, സിറിയ അതുപോലുള്ള രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്ര ഹല്ലേലൂയ. അവിടെയുള്ള ദൈവമക്കളെ ദൈവം സൂക്ഷിക്കുമാറാകണമേ. അവിടെയുള്ള ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യാതൊരു ആപത്തോ അപകടമോ അതുങ്ങൾക്കുണ്ടാകുന്ന കർത്താവിന്റെ കൃപയ്ക്കുള്ളില് പൊതിയുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്ര ഹല്ലേലിയ. ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറുവാനും ഹല്ലേലിയ സ്തോത്രം. അവിടെ കർത്താവ് ദൈവത്തെ ആത്മാവിലെ സത്യത്തിൽ ആരാധിപ്പാനുള്ള വഴിയും വാതിലും ദൈവം തുറന്നു കൊടുത്ത് സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് വീണ്ടും ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. വടക്കേ ഇന്ത്യയിലെ നമ്മുടെ സുവിശേഷ വേലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താസ്മാരെയും കുടുംബത്തെയും ദൈവം അതിശയമായി കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയൊക്കെ അതിജീവിച്ച് അവിടെ സുവിശേഷ വേലയിലായിരിക്കുന്നല്ലോ, കർത്താവ് വരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അതുപോലെ ജയിലിൽ കഴിയുന്ന കർത്താസ്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, അധികാരികളോട് കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ ജയിലിൽ നിന്ന് കർത്താവ് മോചിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. കർത്താവെ, രാവിലെ സമയം കർത്താവെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കർത്താവെ എന്റെ മക്കളാവുന്ന ഞങ്ങൾക്ക് കർത്താവെ പ്രാർത്ഥിപ്പാത്തക്കൊണ്ട് കർത്താവ് ദൈവസേനയില് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വളരെ ആത്മാർത്ഥതയോടെ ദൈവസേനയിലെ കർത്താവ് കടന്നു വന്ന് ദൈവ വിഷയങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കുമെന്നൊക്കെ നിന്റെ മക്കളാവുന്ന ഞങ്ങൾക്ക് നൽകുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങള് അല്ലെങ്കിൽ ആയിരിക്കുന്ന മേഖലകളെല്ലാം കർത്താവ് ഞങ്ങളെ ക്ഷമത്തോടെ നടത്തി കർത്താവ് കൊണ്ടുവന്ന വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. രാത്രികാല സമാധാനത്തോടെ വിശ്രമിപ്പാന്നൊക്കെ ഞങ്ങൾക്ക് കൃപ നൽകിയല്ല. ഈ പ്രഭാത സമയത്ത് കർത്താവ് ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങള്, ഞങ്ങളുടെ കൃതദാസന്മാര്, കുടുംബങ്ങള്, വടക്കേന്ത്യയുടെ പ്രദേശങ്ങളിൽ കർത്താവ് അനേക സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കേൾക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നല്ലോ. ഞങ്ങളുടെ പോലെ കർത്താവ് നിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങി അവരായിരിക്കുന്ന ഞങ്ങളുടെ കൃതദാസന്മാര്, കർത്താവ് പൈതങ്ങള്, ആ ദേശത്തുള്ള ദൈവമക്കളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രത്യേകിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആ ദേശങ്ങളുടെ കർത്താവെ, അല്ലെങ്കിൽ ആ ദേശത്തായിരിക്കുന്ന എല്ലാ വടക്കേന്ത്യയുടെ മേഖലകളിലായിരിക്കുന്ന അനേക കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ അവയെ നെടുവീർപ്പിലൂടെ കർത്താവ് കടന്നു പോകുന്ന ദൈവഭക്തന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് വിടുവിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടെല്ലാം കർത്താവ് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് സംരക്ഷണം ചെയ്യണമേ. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളുടെ പിതാക്കന്മാരെ നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളിക്ക് വേണ്ടി വലിയ കേട്ട് ഇറങ്ങി വന്ന് അവരെ വിടുവിച്ച അനേക സംഭവങ്ങൾ ഞങ്ങൾ കർത്താവെ വിശുദ്ധ വേദപുസ്തകങ്ങളിലൂടെ കർത്താവ് ഞങ്ങൾ അറിയുന്നല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന ഈ കാലഘട്ടങ്ങളിൽ കർത്താവെ സ്തോത്രം ഇവിടെ കേരള വിവിധ മേഖലകളിലെ വിവിധ സ്റ്റേറ്റുകളിലെ കർത്താവെ ഇവിടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അവന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി കർത്താവെ സമർപ്പിക്കുന്ന കർത്താവ്. ജയിലറകളില് മരണമില്ലാത്ത കാരണത്താൽ കർത്താവെ ജയിലറകളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, അവരോടെല്ലാം മനസ്സരിയണമേ. അവരെല്ലാം കർത്താവ് പുറത്തു കൊണ്ടുവരും വിധം കർത്താവ് ഇടപെടണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളില് കർത്താവ് ദൂതന്മാരെ അയച്ചവരെ ജയിലറകളിൽ നിന്നും അവരുടെ ബന്ധനങ്ങളെ അരിച്ച് കർത്താവ് പുറത്തു കൊണ്ടുവന്ന മഹാദൈവമേ, ആ ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ദൈവത്തിന് ഇന്നും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ജയിലറകളുടെ കാരണമില്ലാത്ത കാരണത്താല് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവേ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങള് അല്ലെങ്കിൽ വേദനിക്കപ്പെടുന്ന വിഷയങ്ങളാണുള്ള കർത്താവേ. ദൈവമേ, സ്വർഗം ഇടപെടണമേ. പ്രത്യേകം അതിന്റെ അധികാരികളെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് പുറത്തു വരുവാന്നൊക്കെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ കർത്താവിന് പ്രകാരം ആരുമില്ലപ്പ. ആമേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ദൈവം ആമേൻ വ്യക്തമായി ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുമെന്നോണം ഈ കാലഘട്ടങ്ങളിൽ അതിന്റെ ആമേൻ അധികാരികളെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രക്തബന്ധങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ചോരിയാല് നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ കർത്തദാസന്മാരെ കുടുംബങ്ങളെയും
ജയിലറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിന് വേണ്ടി കർത്താവേ അധികാരികളെ, കർത്താവിന്റെ സമർത്ഥരായ അധികാരികളെ, അതിനുള്ള പവറുള്ളവരെ കർത്താവ് കൊണ്ടുവരികയും ഗവൺമെന്റിനോട് ഇടപെടുകയും കർത്താവ് ചെയ്യുവാൻ ഇത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സ്വർഗമേതിന്റെ ഭാരവാസനമാണെന്ന് ഞങ്ങൾ അറിയുന്ന ഈ സംഭവങ്ങൾ കർത്താവ് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത് ഇത് ഫലമാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് ദൈവമേ, അതിനു മുമ്പായി അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നല്ല അവരെ വിടുവിക്കുകയും കർത്താവ് സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവേ ആരും നശിച്ചു പോകാതെ എല്ലാവരും തെറ്റിച്ചു പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവേ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവേ അപ്പാ വേലയില് കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാ വടക്കേന്ത്യൻ മേഖലകളിലുള്ള എല്ലാ ദൈവദാസന്മാരെയും കുടുംബത്തെയും ഒത്തിരിവിട്ട് സൂക്ഷിക്കുകയും ചിലരല്ലാതിരിക്കുന്നവരെ കർത്താവ് പുറത്തു കൊണ്ടുവരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജയത്തിന്റെ സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങൾ കർത്താവിന് സന്തോഷിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പ്രാർത്ഥനയിലുള്ള ബന്ധത്തിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നായി നല്ല അവസരത്തിനായി സ്തോത്രം. ആമെ പാട്ടുകൾ പാടിയ ഈ കർത്താവ് സഹോദരിക്കായി സ്തോത്രം. ആമെ പ്രാർത്ഥനകൾ ഇടിയത ആമെ പ്രിയ സഹോദരനായി സ്തോത്രം. മറ്റ് വീണ്ടും വിഷയങ്ങളുണ്ടല്ലോ, വിഷയങ്ങളിലെല്ലാം കർത്താവ് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഉത്സാഹവും ബലവും കർത്താവ് കൊടുക്കുന്നത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് സകല വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ സഹായിക്കണമേ. സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഡൈവേഴ്സിൻ്റെ പക്കൽ എത്തിയിരിക്കുന്ന കുടുംബജീവിതങ്ങളെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് മുട്ടപ്പായി പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് അവർക്ക് തലമുറകളെ കൊടുത്ത് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾ പ്രാർത്ഥിച്ചാലും. സ്വർഗീയപിതാവേ, കർത്താവേ, നല്ല പകൽക്കാലത്തിനായ സ്തോത്രം. ഭൂമിയുടെ പല ഭാഗങ്ങളിലിരുന്ന് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് സ്തോത്രത്തോടുകൂടി അറിയിക്കാൻ ദൈവനായി സ്തുതിക്കുന്നു. കർത്താവെ, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഭാരത്താലായിരിക്കുന്ന കുടുംബങ്ങളെയും കർത്താവെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നപ്പ കർത്താവെ, പല നിലയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ രക്ഷയ്ക്കായി ഭാരപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്നവരുണ്ട്. കർത്താവ്, സമാധാനത്തിന്റെ ദൈവം ഇങ്ങനെയുള്ള ഭവനങ്ങളില്, ഇങ്ങനെയുള്ള കുടുംബ വ്യക്തികളിൽ കർത്താവ് പ്രവർത്തിക്കണമേ. സമാധാനത്തിന്റെ ദൈവത്തെ അറിയുവാൻ ദൈവം ഇടയാക്കണമേ. തകർച്ചകളെ മാറ്റി കർത്താവിനെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര. ഉടഞ്ഞ ഹൃദയങ്ങളെ ദൈവമാടുന്നു, മുറുങ്ങിയ മനസ്സുകളെ അറിയുന്ന കർത്താവെ, അവരുടെ വിഷയങ്ങളിലൊക്കെ ദൈവാത്മാവിന്റെ പ്രവൃത്തി അയക്കണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ഞങ്ങളുടെ പടകിലുള്ളതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്കും വിടുതലിനും സമാധാനത്തിനും ഒത്തൊരുമിച്ചുള്ള ജീവിതത്തിനുമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാത്താൻ പലരെയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ പ്രവൃത്തി അയച്ച് സാത്താന്റെ പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ച് ദൈവരാജ്യത്തിലേക്ക് ദൈവം കുടുംബങ്ങളെ നയിക്കുമാറാകണമേ. കർത്താവേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പച്ച, ഞങ്ങൾ ഒരുമനപ്പെട്ട് ഒരു മനസ്സോടെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മകളില്ലാതെ, സാമ്പത്തിക വഴികൾ അടഞ്ഞവരായി, സാമ്പത്തിക നന്മകളില്ലാതെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയാതെ, പല നിലയിലുള്ള കടഭാരങ്ങളാലൊക്കെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണേ. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് പറയുമാർ അനേകര് സാക്ഷ്യമായി എഴുന്നേൽക്കാൻ സ്വർഗ്ഗം കർത്താവെ അടിയങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം ചെയ്യാം. നമ്മുടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും വഴിതെറ്റി പോകാതെ അവരെ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി കർത്താവ് കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഗവൺമെൻറ് ഇതിന് ശക്തമായ നിലപാടെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ജോലിയില്ലാതെ പലരും ഭാരപ്പെടുന്നു. അവർക്ക് വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഒരു വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം തക്ക സമയത്ത് അവർക്ക് വഴികളും വാതിലുകളും തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾ പ്രാർത്ഥിച്ചാലും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി കാലം ഞങ്ങളെല്ലാം കിടന്നുറങ്ങി. എന്റെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, സമയം കർത്താവേ, മദ്യത്തിനും മയക്കുമരുന്നും അടിമകളായിരിക്കുന്ന അനേകരുണ്ട് കർത്താവേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇപ്പോൾ ദൈവമേ, കേരളത്തിൽ വളരെയധികം ഭാരത്തോടെയാവുന്ന മനുഷ്യർ ജീവിക്കുന്ന കർത്താവേ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ കർത്താവേ, യൗവനക്കാരും ദൈവമേ കുഞ്ഞുങ്ങൾ വരെയും കർത്താവേ, സഹോദരിമാർ, അതുപോലെ ദൈവമേ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ എല്ലാവരും കർത്താവേ മദ്യത്തിനും മയക്കുമരുന്നും എല്ലാം അടിമകളായി തീരുന്ന കർത്താവേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒരു സ്വസ്ഥതയും സമാധാനം ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഞാൻ ഗവൺമെന്റിനോട് ദൈവം ഇടപെട്ട് കർത്താവേ, ഇതിൽ നിന്നൊക്കെ നീക്കുപോക്കുണ്ടാകുവാന് ദൈവം അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതിനുവേണ്ടി നല്ല അധികാരികളെ ദൈവം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ജോലിയില്ലാതെ പാടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ദൈവമേ, അനുഗ്രഹപ്പെട്ട ജോലി ദൈവം നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ കഷ്ടത്തിൽ കൂടി ആവുന്നുവല്ലോ ഈ ലോകരാജ്യങ്ങളെല്ലാം കടന്നു പോകുന്ന കർത്താവേ. ജോലിയിലായെങ്കിൽ വളരെ അധികം പ്രയാസമാകുന്നുവല്ലോ കർത്താവേ. എന്റെ ദൈവമേ, എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാതെ അനേകര് കർത്താവേ മറ്റു ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ കൂടെ എല്ലാം ഓടുന്നു കർത്താവേ. ദൈവമേ, അനുഗ്രഹപ്പെട്ട ജോലി എല്ലാവർക്കും ദൈവം നൽകി കൊടുക്കണമേ. അതുപോലെ കർത്താവേ, വിസയുടെ കാര്യങ്ങളൊക്കെയും ദൈവമേ വളരെ പ്രയാസപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ദൈവമേ, അവർക്കൊക്കെ അനുഗ്രഹപ്പെട്ട വിസ കൊടുത്ത് കർത്താവേ, ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ വിഷയങ്ങളെല്ലാം എന്റെ കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട് അനുഗ്രഹപ്പെട്ട മറുപടി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. ദൈവത്തെ സ്തുതിക്കാം. സഹോദരം, നമ്മുടെ പ്രാർത്ഥന തന്നെ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനയെ പ്രത്യേകം ഓർക്കാം. പ്രാർത്ഥനത്തിന് ഗ്രൂപ്പ് മുഖാന്തരം അനേക കർത്താവിനെ കണ്ടെത്തുവാനും അനേക രോഗികൾ സൗഖ്യം പ്രാപിപ്പാനും കർത്താവിൻ്റെ നാമം എല്ലായിടത്തും വ്യാപിക്കുവാനും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബനസംഭാഷണയും കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിക്ക് എത്രയും പെട്ടെന്ന് പരിപൂർണമായ സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പഠനത്തിന് യാത്രയിലും കർത്താവിൻ്റെ തിരുസ്ഥാനത്തും കൂടിയിരുന്ന് അവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ എക്സാം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് അത്ഭുതമായ ഒരു വിജയം നൽകി കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നല്ലൊരു അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിനെ പറ്റി ഒരാൾ പ്രാർത്ഥിച്ചാലും. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, രാവിലെ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞാൻ പലയിടങ്ങളായിരുന്നു നിങ്ങൾ നിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചില്ല. നിങ്ങളുടെ വാഴ്ത്തുന്ന കർത്താവെ, സ്തോത്രം. ഈ കൂട്ടായ്മ ധാരാളമായി അനുഗ്രഹിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ, ദൈവമേ, സ്തോത്രം സ്തോത്രം. ദൈവമേ സ്തോത്രം. ഈ മീറ്റിംഗ് ദൈവം എല്ലായിടത്തും കർത്താവ് നാഥ തുടർന്നും ദൈവമേ പല ഇല്ലാത്തടത്ത് ദൈവം ഉണ്ടാവാൻ തക്കത്ത് പല രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപരിക്കുവാൻ തക്കത്തിൽ കർത്താവ് സ്തോത്രം. ദൈവമേ ഇത് അനുഗ്രഹിക്കുമാകണേ. പ്രാർത്ഥിക്കാൻ ഏറ്റെടുത്ത് നടത്തുക ദൈവസ്മാരെ കുഞ്ഞുങ്ങളായിട്ട് ൾക്ക് നൽകി കൊടുക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ രാജ്യങ്ങളിൽ കർത്താവ്, ദേശങ്ങളിൽ കർത്താവെ സ്തോത്രന്റെ ബ്രാഞ്ചസ് തുടങ്ങുവാൻ ദൈവം സഹായിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. മെയിനായിട്ട് ജീവിതങ്ങളെ ഒരുക്കണമേ കർത്താവ്. ഒരു ആത്മീയാന്തരീക്ഷം ദേശങ്ങളിൽ ഉണ്ടാവാൻ തക്കത്തിൽ അത് വ്യാപരിക്കട്ടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ദൈവമേ സ്തോത്രം സ്തോത്രം. മറ്റുള്ളവരുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തക്കത്തിൽ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കാൻ തക്കത്തിൽ ജീവിതങ്ങളെല്ലാം ഒരുക്കുമാറാണ് കർത്താവ്. പരണ്ടമെന്ന് പറഞ്ഞൊരു നാമത്തെ കൂടി ഒരു സാന്നിധ്യം ഉണ്ടെന്ന് വാക്തത്വമല്ലേ ദൈവമേ കർത്താവ്. അപ്പാ ദൈവമേ ഒരു മെനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യം നീട്ടി ഓരോ വിഷയങ്ങൾക്ക് മേൽ വിടുതൽ തന്നിരിക്കുക. ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന അപ്പാ. ദൈവമേ സ്തോത്രം. രാവിലെ തോറും നിന്റെ രാത്രി ഓറിന്റെ വിശ്വസതയ്ക്കായ സ്തോത്രം കർത്താവെ. കഴിഞ്ഞ രാത്രി കാലം ഞങ്ങൾ എവിടെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് രാവിലെ സമയം പാതപീഠത്തിലേക്ക് കടന്നു വരാൻ പിന്നെ ദൈവം സഹായിച്ചതിനായ സ്തോത്രം കർത്താവെ. സ്തോത്രം. സംഭാഷണ കുമ്പത്തിനുമായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദുനിയ അനുഗ്രഹിക്കുന്ന കർത്താവ്. ദൈവം എൻ്റെ മകൾക്ക് ഒരു പൂർണ്ണ വിടുതൽ കൊടുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഇത്രത്തോളം കൊണ്ടുപോകാൻ ദൈവമേ പിന്നെയും കൊണ്ടുവരുവാൻ പൂർണ്ണമായി വിടിച്ച് ദൈവമേ നാഥാ സ്തോത്രം. സഭയെ കടന്നു വരുവാ ദൈവങ്ങളുടെ കൂട്ടായ്മ 4 മണിക്കുള്ള മീറ്റിംഗ് ഏറ്റെടുക്കും
പോകുവാൻ തക്ക ദൈവമേ കൃപകളും കൃപാരങ്ങളും കത്തിച്ച് ദൈവം പുറത്തു കൊണ്ടുവരുവാൻ തക്ക ദൈവം സഹായിക്കുന്നതിന് സ്തോത്രം കർത്താവ്. ദേവസിനെ അനുകരിക്കുന്നു. എല്ലാ ശാരീരികമായ ബുദ്ധിമുട്ടാണ് നിന്റെ മാനെ വിടിയിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അതിന്റെ കുഞ്ഞുങ്ങളെ അനുകരിക്കുന്ന മാതാപിതാക്കളെ എല്ലാം അനുകരിക്കണമേ, സഹോദരങ്ങളെ അനുകരിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവ്. സഹായിക്കണമേ അപ്പൊ എക്സാം കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾ വെക്കേഷൻ കാലമാണല്ലോ കർത്താവ്. മദ്യത്തിന് മയക്കുമരുന്ന് മൊബൈലിന് അഡിക്റ്റ് ആണ് കർത്താവ്. ആത്മീയവർത്തന കൊടുത്ത് കൂട്ടായ്മയ്ക്ക് കൂടുതൽ പ്രാർത്ഥനയ്ക്കൊക്കെ മുൻതൂക്കം കൊടുക്കാൻ വാർത്തെടുക്കേണ്ടതോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു അപ്പൊ. അവരുടെ ഭാവി കാര്യങ്ങളെല്ലാം ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ പ്രകാരം മുന്നോട്ട് പോകാൻ തൊക്കെ ദൈവം സഹായിക്കണം അപ്പാ. ദൈവമേ സ്തോത്രം ദൈവമേ സ്തോത്രം. ഒരു കുടുംബത്തിൽ പോലും സമാധാനമില്ലാത്ത ഒരവസ്ഥയിൽ കുഞ്ഞുങ്ങൾ കഴിഞ്ഞു വിടുന്ന ദൈവമേ അവരെല്ലാം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം മാതാപിതാക്കളുടെ കണ്ണീരിനെ മാനിക്കണമേ കർത്താവ് അപ്പാ. ദൈവത്തിന് സ്തോത്രം. വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളെല്ലാം ദൈവടങ്ങളെ സൂക്ഷിക്കുമാറാണ് പ്രാർത്ഥിക്കണം കർത്താമത്യത്തിന് മയക്കുമരുന്ന് മൊബൈലിന് അഡിക്ഷൻ ആകാതെ കർത്താവെ കാക്കണമേ, പരിപാലിക്കണമേ, അനുകരിക്കണമേ കർത്താവ്. ദൈവം കൊണ്ട് അവരെല്ലാം പുതിയ മാറുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. നിങ്ങളുടെ നാടിനെ ദൈവം കാത്തുകൊണ്ടുപോത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം. മദ്യപാനികളെ മാനസാന്തരപ്പെടുത്തുന്ന കർത്താവ്, മയക്ക് വരുന്ന ദൈവമേ സ്തോത്രം വയ്ക്കുന്നവരെ കൃത്യമായി ദൈവമേ അതിനെ വിടിക്കത്തക്ക ഒരു ദൈവത്തിന്റെ ആത്മാവ് ഓരോ ജീവിതങ്ങളിലും പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. നാഥാ നിയമങ്ങളെ നിയമാലോടെ അനുകൂലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികാരികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സഹായിക്കണമേ അപ്പാ. യേശുവെ എല്ലാം കൊണ്ട് ദൈവാനുഗ്രഹമാക്കണമേ. ദൈവമേ സ്തോത്ര സമാധാനം ഒരു അറ്റ്മോസ്ഫിയർ എല്ലായിടത്തും ഉണ്ടാവുക എന്തൊക്കെ ദൈവം ക്രമത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവർക്ക് കൊടുപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലോടെ നമ്മൾ പുറത്തു വരട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. ഇവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി ദൈവത്തിന് സ്തോത്രം. അടിയന്റെ കുറവുള്ളവർക്കാണ് ദൈവം അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിനെ തന്നെ ആമീൻ ആമീൻ ആമീൻ. സ്തോത്രം. അതുപോലെ നമ്മുടെ വിഷയങ്ങളെല്ലാം നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണല്ലോ. ആർക്കെങ്കിലും ഇനി പുതിയതായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പറയാം. ഞാൻ അമ്മണി രാജനാണ്. പിന്നെയും പനിയുടെ അസ്വസ്ഥതയാൽ ഞങ്ങൾ ഭാരപ്പെടുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്തും കർത്താവ് അവരെ സൂക്ഷിക്കണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. സ്തോത്രം. വളരെ വയസ്സിലോട്ട് ഞാൻ സാം ആ ബഹ്റിന് എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ സ്ഥലം നാട്ടിൽ പത്തനാപുരമാണ്. അത് നാട്ടിലൊരു വസ്തു വിൽക്കാൻ വേണ്ടിയാണ് ഞങ്ങളത് പത്തനാപുരം ടൗണിൽ തന്നെ വസ്തു നേരത്തെ വാങ്ങിച്ചിരുന്ന ഒരു വീട് വെക്കാൻ വേണ്ടി. അതിനുശേഷം വീടും വസ്തുവും കൂടെ ടൗണിൽ തന്നെ കിട്ടിയത് കൊണ്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. അത് ദൈവിക വാഗ്ദത്വം അനുസരിച്ച് അത് നമ്മളതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ കാരണം ഇതിപ്പോൾ അങ്ങനെ ചുമ്മാതെ കിടക്കൊണ്ട് അത് ദൈവഹിതമാണെങ്കിൽ അത് കൊടുക്കണമെന്ന് വിചാരിക്കുക. അതിനൊരു ഒരു വഴിയും വ്യക്തികളെയൊക്കെ ഇപ്പം വസ്തുവിനൊന്നും വിലയില്ല, പക്ഷെ അത് അവിടെ കിടന്നിട്ടും കാര്യമില്ല. അപ്പോൾ അതിന് ദയവായി ഒന്ന് പ്രാർത്ഥിക്കണം. രണ്ട് വിഷയം നമ്മൾ കേട്ടല്ലോ. ആൻറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ബ്രദറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തക്ക സമയത്ത് വഴികളും വാതിലുകളും തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് പ്രാർത്ഥിച്ചാലും. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ സ്വർഗ്ഗസ്ഥപിതാവേ, പ്രഭാതകാലത്തിനായിട്ട് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. ഇവിടെ പറയപ്പെട്ട കർത്താവ് വിഷയങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിച്ചു വെച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്ര ഹല്ലേലൂയ. പ്രത്യേക കർത്താവേ സ്തോത്രം. അമ്മണി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. നാളുകളായി കർത്താവേ ശരീരത്തിൽ പലവിധ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നല്ലോ കർത്താവേ. നിരദാസ്യ ദൈവങ്ങളിൽ ഏൽപ്പിച്ചു വെച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമായ ഒരു കരം കർത്താവേ ഹാലേലൂയ. ആണിപ്പഴുതുള്ള കരം കർത്താവേ സ്തോത്ര ശരീരത്തിൽ മേൽ വെച്ച് കർത്താവേ പരിപൂർണ്ണ സൗഖ്യം കൽപ്പിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യഹോവേ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തെന്ന് പോൽക്കാലം വിളിച്ചു പറയുവാൻ തക്കോണം കർത്താവേ നിരദാസിയെ ബലപ്പെടുത്തുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. എല്ലാ ശാരീരിക അസ്വസ്ഥയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കഫിൽ നിന്നും ഗോൾഡിൽ നിന്നും കർത്താവെ വിടുവിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അങ്കിളിന് വേണ്ടി പ്രാർത്ഥന സഹായിക്കണം, ആരോഗ്യം എല്ലാം കൊടുക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രതിയാൽ കർത്താവേ സ്തോത്രം. സാമ്പ്രദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വസ്തുവിന്റെ വിഷയം ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ സ്തോത്ര ഹല്ലേലൂയ. ദൈവമേ എത്രയും വേഗം കർത്താവേ അത് വിറ്റുപോകാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവർ ഒരുമിച്ച് കർത്താവേ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ അദൃശ്യമായ കര വിഷയത്തിന്മേൽ എത്രയും വേഗം ഇറങ്ങി അതിനൊരു തീരുമാനം കൊടുക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പച്ചന്റെ പൊന്നതിർക്കരങ്ങൾ ഈ രണ്ടു വിഷയം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടതിനാട് സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപകളുമാറാകണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനവിടെ തുടർന്ന് ലീഡ് ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുന്നു.
തുടർന്ന് കുറച്ച് സമയം കൂടെ നമുക്ക് പ്രാർത്ഥനയ്ക്കുണ്ട്. കർത്തദാസ് അമ്മണി അലത്ത് ഓക്കെ. തുടർന്നുള്ളതായ കുറച്ച് സമയം കൂടെ പ്രാർത്ഥന ലീഡ് ചെയ്യാം. കർത്തദാസി അമ്മണി അലത്ത് പാസ്റ്റർ ഇനിയും വിഷയങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കാൻ പറയാൻ മതിയോ? വിഷയങ്ങള് മതി. അനുഗ്രഹിക്കട്ടെ. ഇനി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പ്രൈസ് ലോർഡ്. നമ്മൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തോമസിന്റെ ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞു അവിടെ അവന് ക്ലയന്റിന്റെ ഓഫീസിലോട്ട് അവന് 4 പേർക്ക് വീണ്ടും ജോലി മാറ്റി അങ്ങോട്ട് കൊടുത്തു. എന്നാലും അവന് ഒരു രേഖയില്ലാതെ ഇന്നലെ മുതൽ നിൽക്കുന്നു. ഒറ്റ രേഖയില്ല. അവര് ഇന്നലെ അവന്റെ മാനേജർ വിളിച്ചിട്ടും പറഞ്ഞു നീ മെയിൽ ഒന്ന് അയക്ക്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അയച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. കുഞ്ഞിനെ നല്ലൊരു രീതിയിൽ അവൻ അവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് നല്ല ഇന്റർവ്യൂ വന്നപ്പോൾ അറ്റൻഡ് ചെയ്തു. അവർ ഒത്തിരി നല്ല ഇത് പറഞ്ഞ് അവൻ അങ്ങോട്ട് കയറിയത്. അവൻ ഒരുപാട് ദിറംസ് ഒക്കെ കൊടുത്തിട്ടാണ് മറ്റൊരു കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. എന്നിട്ടും എന്തുകൊണ്ട് അറിയുന്നില്ല. അത് വളരെ വിഷമത്താൽ ഞങ്ങളും ഭാരപ്പെടുന്നു. കുഞ്ഞിനെന്തേലും അവിടെ ഞങ്ങൾ ഓർക്കും എന്തെങ്കിലും ചെയ്ത് പോലീസോ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. നമ്മൾ അതെല്ലാം ഓർത്ത് ഭാരപ്പെടും. ഒന്നാമത് എൻ്റെ മകളുടെ വിവാഹം അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് 16-ാം തീയതി, അത് കഴിഞ്ഞിട്ട് 23-ാം തീയതി വിവാഹവുമാണ്. അവൻ അതിന് വന്നില്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞു മോനെ ഭാരപ്പെടണം, മോന് വിസ അത്യാവശ്യമാണല്ലോ, അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. എന്നാലും അവരമ്മയെന്ന എനിക്ക് വളരെ ഭാരമാണ്. ഞങ്ങളെല്ലാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക ഈ വിഷയം. ദൈവം ഒരു അത്ഭുത മറുപടി കാണണം. അതിന് ഇന്നലെ അയച്ചതിന്റെ റിപ്ലൈ അവർ കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ സിസ്റ്ററെ. ഒരാൾ കൂടി പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യാം. പ്രൈസ് ലോർഡ്. എന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഞാൻ ട്രിവാൻഡ്രത്തിന്റെ സ്റ്റാറിയാണ്. പിന്നെ എനിക്ക് പ്രാർത്ഥന വിഷയമായിട്ട് പറയാനുള്ളത്, എനിക്ക് 4 സഹോദരന്മാരുണ്ട്. എൻ്റെ കൂടെ ജനിച്ച 4 സഹോദരന്മാരുണ്ട്. അവരാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. കൃപയാൽ ദൈവം എന്നെ രക്ഷിക്കുവാൻ തക്കോട്ടിയായി. എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും മദ്യപാനികളായിട്ട് ഒത്തിരി പ്രശ്നമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. എൻ്റെ നേരെ മൂത്ത ബ്രദർ ഇങ്ങനെ മദ്യമൊക്കെ കുടിച്ചിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വന്നു. ഏകദേശം 1 വർഷമായിട്ട് പുള്ളി കിടപ്പിലാണ്. പുള്ളിയുടെ ഈ എല്ല് പൊട്ടിയിട്ട്, ഷോൾഡർ എല്ല് പൊട്ടി ഇപ്പോൾ പുള്ളി കിടപ്പിലാണ്. ചികിത്സകളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഞാൻ പലപ്പോഴും പോകുമ്പോൾ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുമ്പോൾ എന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. വിഷയത്തിലെ ഞാൻ ഈ വിഷയം സമർപ്പിക്കുകയാണ്. എൻ്റെ ജ്യേഷ്ഠന്റെ പേര് ജോബോയ് എന്നാണ് പേര്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. ഇന്നത്തെകാല കർത്താവ് പൂർണ്ണമായൊരു സൗഖ്യം കൊടുക്കുവാനും എഴുന്നേറ്റ് വരുവാനും പ്രിയപ്പെട്ടവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും എൻ്റെ കുടുംബമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നോടൊപ്പം സഹകരികളായിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുക. പറഞ്ഞ വിഷയങ്ങൾ കേട്ടല്ലോ. നമ്മുടെ നമ്മുടെ സ്റ്റാറി എന്ന് പറഞ്ഞ പാസ്റ്റർ പറഞ്ഞ വിഷയം കേട്ടല്ലോ. 4 സഹോദരങ്ങൾ മറ്റ് 4 പേരും മദ്യപാനികളാണ്. അതില് ഒരു സഹോദരൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എല്ലിൽ പൊട്ടി ആ ഒരവസ്ഥയിലായിരിക്കുന്നു. എങ്കിലും സുവിശേഷം പറയുമ്പോഴും പ്രാർത്ഥനയ്ക്കൊക്കെ ചെവി കൊടുക്കുന്ന ഒരു താല്പര്യം കാണിക്കുന്നു. ആ ഒരവസ്ഥയിലൂടെ പോകുന്നു. നമുക്ക് ആ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ജോബോയ് എന്നാണ് പേര്. മറ്റു സഹോദരന്മാരും അവരെല്ലാവരും ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരാനും ഈ സത്യം മനസ്സിലാക്കി ഈ നല്ല ദൈവത്തെ സ്നേഹിപ്പാനും തന്റെ സഹോദരൻ കടന്നുപോയ പാതയിൽ തങ്ങൾക്കും ആയിരിക്കാൻ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്റ്റാർ പാസ്റ്റർ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ നമ്മുടെ അനുസിസ്റ്റർ പറഞ്ഞ വിഷയം, നമ്മുടെ മഞ്ഞ തോമസിന്റെ വിഷയം നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പേഴ്സണൽ പ്രയറിലും വൈകുന്നേരത്തെ സഹോദരിമാരുടെ കൂട്ടായ്മയിലും രാവിലത്തെ പ്രയറിലും ഒക്കെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മഞ്ഞ തോമസിന്റെ ആ ഒരു അവസ്ഥ ഇപ്പൊ കേട്ടല്ലോ. മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി യാതൊരു ഡോക്യുമെന്റ്സും ഇല്ലാതെ തന്നെ
ഇപ്പോൾ അവിടെ ജോലി എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. എങ്കിലും നമുക്ക് പൂർണ്ണമായും പ്രാർത്ഥിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല. കാര്യം ക്ഷണത്തിലെല്ലോ നടന്നത് എന്ന് പറയത്തക്കോണം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഇന്ന് പകൽ പൈതലിന്റെ ജീവിതത്തിൽ അയക്കാൻ വേണ്ടി നമുക്ക് വളരെ ശക്തമായി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. പൈതൽ ഒന്നിനാല് ഭാരപ്പെട്ടു പോകരുത്, അവന്റെ വിശ്വാസം കുറഞ്ഞു പോകാതെ, പ്രത്യാശ നഷ്ടപ്പെടാതെ ദൈവം അവനെ നിർത്തട്ടെ. അവ എത്രയും വേഗം അവന് സഹോദരിയുടെ വിവാഹത്തിന് കടന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ദൈവത്താൽ ഒരുക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ ഹന്നമോളുടെ എൻഗേജ്മെന്റ് 16-ാം തീയതി, വിവാഹവും 26-ആണോ 23-ഓ? 23-ന് നടക്കുന്നു. അതെല്ലാം ഭംഗിയായി നടക്കേണ്ടതിനായും അവർ സന്തോഷത്തോടെ സമാധാനത്തോടായിരിക്കാനും ദൈവനാമം മഹത്വം എടുക്കേണ്ടതിനായും തീരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും തോമസിന്റെ കുടുംബത്തിന് വേണ്ടി, സ്റ്റാറി പാസ്റ്ററുടെ കുടുംബത്തിന് വേണ്ടി, പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. സ്തോത്രം. പറയപ്പെട്ട 2 കുടുംബങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്ന പ്രതി ഞങ്ങളുടെ മനോഹര സ്തോത്രം കർത്താവേ. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കാണുവാൻ അപ്പച്ചങ്ങ് ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനുണ്ടായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമുള്ള ആന്റി പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ക്ഷണനേരത്തിലല്ലോ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പച്ചന്റെ പാതപീഠത്തിലേക്ക് കർത്താവിഷ്യത്തിന്മേൽ ഒരു ദൈവിക പ്രവൃത്തി അങ്ങ് അയച്ചേ മതിയതുള്ളൂ. കർത്താവിഷ്യത്തിന്മേൽ അല്പം പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി സകലം നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്ര വിവാഹ ശുശ്രൂഷകളൊക്കെ നല്ല രീതിയിൽ നടക്കേണ്ടതുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ കർത്താവെ എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഇത്രത്തോളം കൊണ്ടുവരുവാൻ എന്തുള്ളൂ പറയത്തില്ല. പാസ്റ്റർ പറഞ്ഞ വിഷയങ്ങൾക്ക് സ്തോത്രം. അല്ലെങ്കിൽ താൻ അറിഞ്ഞ സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ ആളുകളായി ഹല്ലേലൂയ തന്റെ സഹോദരങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ അപ്പച്ചാ പ്രാർത്ഥിക്കുന്ന വിഷയമാണല്ലോ കർത്താവെ. ആലോചനത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുമാറണമേ. ഒരു കുളം പോലും നശിച്ചു പോകില്ല എന്ന് കർത്താവങ്ങളുടെ വചനത്തിലുള്ള പ്രകാരം കർത്താവെ ഹല്ലേലൂയ സഹോദരൻ കുടുംബമായ ഹല്ലേലൂയ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ദൈവഭാഗത്ത് കടന്നു വരുവാൻ, ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിയുവാൻ, നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ, ആ ദൈവിക സമാധാനവും ശാന്തിയും കർത്താവെ അവരുടെ ഭവനങ്ങൾ മേൽ കുടുംബത്തിന്മേൽ നടക്കുവാൻ അപ്പച്ചാങ്ങ് ഇടയാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ മദ്യപാനികളായ കർത്താവ് പ്രിയപ്പെട്ടവരായിരിക്കുന്നു. ആവശ്യത്തിന്മേലുകളിൽ ആ സ്തോത്രം ഒരു ദൈവ പ്രവൃത്തി കർത്താവ് അയച്ചേ മതിയാകുള്ളൂ കർത്താവെ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനല്ല, ഞങ്ങൾക്ക് ഒന്നും കഴിയില്ല കർത്താവെ. പ്രവർത്തിക്കുന്ന അംഗീകാരം തന്നെയാണല്ലോ കർത്താവെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി സകലം നിർവഹിക്കുന്ന സർവ്വ അല്ലെങ്കിൽ അപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ നിവർത്തിക്കുവാൻ എന്റെ ദൈവ ശക്തനാണല്ലോ. ആവശ്യത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. കിടപ്പിലായിരിക്കുന്ന വൃത്തിയിൽ സഹോദരൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കിടക്കോട്ട് എഴുന്നേറ്റ് കർത്താവെ എന്റെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ഒരു അന്തരീക്ഷം കർത്താവെ ആ സഹോദരന് കൊടുക്കുവാൻ അപ്പച്ചങ്ങ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിന്മേൽ ദൈവീ പ്രവൃത്തിയുടെ അയക്കുന്നതിന് സ്തോത്രം. ഇരു കുടുംബങ്ങളുമേലും രഹസ്യമായും പരസ്യമായും പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുമേലും ആത്മീയഭൗതികമായ ശാരീരിക മാനസികമായ എല്ലാ വിഷയങ്ങളുമേലും ദൈവിക പ്രവൃത്തി അപ്പച്ചനെ അയക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ സന്തോഷത്തിന്റെ ഞങ്ങൾ കേൾക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഉല്ലാസത്തിന്റെ വിഷയങ്ങൾ കേൾക്കുവാൻ അപ്പച്ചനെ ഇടയാക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. അപ്പച്ചന്റെ പരമേശ്വരന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചത് കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇനി പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യാം. കർത്താവിന് മഹത്വം. എൻ്റെ പേര് രാജു പാസ്റ്റർ എന്നാണ്. എൻ്റെ വീട് കോന്നിയിലാണ്. കർത്താവിൻ്റെ വേലയിൽ ഞാനായിരിക്കുന്നു. ഇപ്പോൾ ഞാനൊരു വലിയ കടഭാരത്തിൽ ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. എനിക്കിപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്തതാണ് 2.5 ലക്ഷം രൂപ. എന്നാൽ അതിനുള്ള സാധ്യതകൾ, എൻ്റെ വീടും സ്ഥലവും വിൽക്കാനുള്ളതായ സാധ്യതകളുണ്ട്. എന്നാൽ അത് യാതൊരു കാരണവശാലും നടക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ഈ 10-ാം തീയതി 1 ലക്ഷം രൂപ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ വീടും സ്ഥലവും വിൽക്കാമെന്നൊക്കെ ചിന്തിച്ചെന്നാൽ വിലക്കാരാ നിലയിൽ കടന്നു വരുന്നില്ല. ഈ 10-ാം തീയതി 1 ലക്ഷം രൂപ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ വിഷയത്തിൽ വളരെ ഭാരത്തിലായിരിക്കുന്നു. ദൈവം തക്ക സമയത്ത് വഴികൾ തുറക്കാൻ ദൈവദാസന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. ഓക്കെ പാസ്റ്റർ, പ്രാർത്ഥിക്കാൻ ഒരാൾക്കൂടി വിഷയം പറയാം. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ. നമുക്ക് രാജു പാസ്റ്റർ പറഞ്ഞ വിഷയങ്ങൾ കേട്ടല്ലോ. തന്റെ കടഭാരത്തിൽ താനായിരിക്കുന്നു. തന്റെ വീട് സ്ഥലവും വിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു.
ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. 10-ാം തീയതി താൻ 1,00,000 രൂപ കൊടുക്കേണ്ടത് അത്യാവശ്യമാകുന്നു. ദൈവം വഴിയും വാതിലുകളും തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നു. അപ്രകാരം ഒരു ദൈവപ്രവൃത്തി തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ, താൻ ഒന്നിനാലും ഭാരപ്പെട്ടു പോകാതെ ആ കൊടുക്കുവാനുള്ളവർക്ക് തക്ക സമയത്ത് കൊടുക്കുവാൻ വേണ്ടി കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ കടഭാരത്തിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ലോണുകൾ എടുത്ത് തിരിച്ചടയ്ക്കുവാൻ നിവർത്തിയില്ലാതെ അപ്രകാരം ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതൊന്നും തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാരത്തിനോ പ്രയാസത്തിനോ തങ്ങളുടെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുവാനോ ഒന്നിനും കാരണമായി തീരാതെ ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ദേവദാസന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വേലയിലായിരിക്കുന്നുവല്ലോ, കർത്താവിന്റെ മുഖത്തുപോലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവിടെയൊക്കെ ദൈവം സൂക്ഷിക്കേണ്ടതിനായി, ദൈവനാമകത്വത്തിനായി തീരേണ്ടതിനായി ദേവദാസനെ കുറിച്ച് ഓർത്ത് കടഭാരങ്ങളായിരിക്കുന്ന മറ്റു വ്യക്തി ജീവിതങ്ങളെയൊക്കെ ഓർത്ത് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പോ ആസ്വദിക്കുന്ന കർത്താവെ, മക്കളാകുന്ന ഒരുമിച്ച് തിരുപാദപീഠത്തിലേക്ക് അടുത്ത് വന്ന കർത്താവ് വിവിധങ്ങളായ വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാൻ അങ്ങടെയാക്കി വലിയ അവസരങ്ങൾക്കായി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവെ, ഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്ന് തിരുവചനം പറയുന്നത് പോലെ ഏത് സമയത്തും കർത്താവെ കൃപാസനത്തോട് അടുത്ത് വരുവാൻ ക്രിസ്തുയേശു മൂലം ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, പ്രത്യേകാൽ പറയപ്പെട്ട വിഷയങ്ങളെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാജുപാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാമ്പത്തികമായൊക്കെ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ക്രിസ്തുയേശുവെ അങ്ങ് അറിയുന്നല്ലോ കർത്താവെ, കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തന്നെ ദിനത്തിനൊത്ത് പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവമാണല്ലോ കർത്താവെ. ഈ ദിവസങ്ങളിൽ ദൈവമൻ കാര്യങ്ങളെ ചെയ്യുമാറാകണമേ. എന്റെ ദൈവം ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയില്ലല്ലോ. എന്റെ ദൈവം ഒരു വഴി അടച്ചാൽ അത് ആർക്കും തുറക്കുവാനും കഴിയില്ല. അപ്രകാരം ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവപ്രവൃത്തി വിഷയത്തിന് മേൽ വെളിപ്പെടുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തിരുനാമത്വം എടുക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, 10-ാം തീയതി കർത്താവെ കൊടുക്കേണ്ടതായ വലിയ ബാധ്യത കർത്താവിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കുന്ന അങ്ങേക്ക് കർത്താവെ കഴിയാത്തതായ ഒരു കാര്യമില്ലല്ലോ. മനുഷ്യരാണ് സാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവകരങ്ങളിലേക്ക് ആ വിഷയത്തെ കൈമാറി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ, മുഴുവൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്ത് സകല നീതിയും കർത്താവെ ഞങ്ങളുടെ പക്കൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഹോവയിൽ ആശ്രയിക്കുകയും ഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാകിയാലെങ്കിൽ ഞങ്ങൾ ആശ്രയം വെക്കുമ്പോൾ വാസ്തവമായി ഞങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാത്ത ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, വിഷയത്തിന് മേൽ ദൈവ അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ. തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തികളുടെ സന്തോഷിപ്പാനിടയാക്കണം. ദൈവീയ നന്മകൾ കർത്താവെ അനുഭവിപ്പാനിടയാക്കണമേ. ആ ദിവസത്തിന് സാക്ഷ്യമായി നിൽക്കുവാൻ സ്വർഗ സഹായിച്ചാടുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ കർത്താവെ, മറ്റുള്ളവർ ഹല്ലേലൂയ നിന്ദിക്കുവാൻ പരിഹസിക്കുവാൻ ഒന്നും ദൈവം അനുവദിക്കരുത് എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരിക്കലും ഹല്ലേലൂയ ഞങ്ങളുടെ മുഖത്തെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ലല്ലോ. അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രകാരം ഹല്ലേലൂയ സാമ്പത്തികമായൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, ലോൺ എടുത്ത് അടയ്ക്കുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതിന് നന്മകൾ കർത്താവെ ഹല്ലേലൂയ ആമേൻ കർത്താവെ കൊടുക്കേണ്ടതിനായിട്ടുണ്ട് കർത്താവെ. ആ വിഷയങ്ങളെല്ലാം ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിഷയങ്ങളുടെ മേൽ എല്ലാ ദൈവ അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ. കർത്താവിന്റെ നീതിയുടെ കാര്യം കർത്താവെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമേൻ. ഇതിനാലും ഭാരപ്പെട്ടോ പ്രയാസപ്പെട്ടോ കർത്താവെ നിരാശപ്പെട്ടോ പോകുവാൻ അനുവദിക്കരുതേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഹോവയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഓരോ ദിവസവും ആയിരിക്കാൻ ഇടയാക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിക്കുന്ന രണ്ട് വിഷയങ്ങളുടെ മേലും ദൈവ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. പിതാവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സ്ഥലം ഞങ്ങൾക്ക് ആദ്യം നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യെസ്, കണ്ടിന്യൂ പാസ്റ്റർ. Praise the Lord. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നമുക്ക് ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ പാടുവാനും അനുഗ്രഹീതമായ നിലകളിൽ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ ജെയിംസ് വർഗീസ് യുഎയും അമ്മിണി സിസ്റ്റർ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമായ നിലയിൽ ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ കർത്താവിടെ ആക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നമ്മൾ അല്പസമയം കൂടെ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. നാം പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും കർത്താവ് കേട്ട് നമുക്ക് മറുപടി നൽകും. ഇന്ന് പകലിൽ എനിക്കും പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യുവാൻ കർത്താവ് അവസരങ്ങൾ നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം അനവിധമായ വിഷയങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പ്രാർത്ഥിച്ച വിഷയങ്ങളിലെല്ലാം ദൈവം അത്ഭുതകരമായ
ദൈവത്തെ സ്തുതിക്കുന്നു. പുസ്തകത്തിലെ ഒരു വേദഭാഗം രാവിലെ സമയം വായിച്ച് 1-2 കാര്യം പ്രാർത്ഥിച്ച് വേഗത്തിൽ നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമുള്ളതായ ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. 91-ാം സങ്കീർത്തനം നാം എല്ലാവരും കാണാപ്പാഠം പഠിച്ചിട്ടുള്ളതാണ്. പല സന്ദർഭങ്ങളിൽ പല സമയങ്ങളിലൊക്കെ ആ വേദഭാഗങ്ങളിലെ ഓരോ വചനങ്ങളും നമുക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകുന്ന വചനമാണ്. എന്നാൽ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അവൻ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഈ രാവിലെ സമയം നാം കർത്താവിനെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ച് നാം പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദൈവദാസൻ പറയുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ ഉത്തരമരുളും. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്നതായ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ള സന്ദേശം ഇതാണ്: കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം തരും. ഉത്തരം കിട്ടാത്ത പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നാം ഓരോരുത്തരും പല നിലകളിൽ ഉത്തരം ലഭിപ്പാൻ കഴിയാത്ത നിലയിൽ ഭാരങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ വചനത്തിൽ കൂടെ ഒരു സന്ദേശം എനിക്ക് പറയാനുള്ളത്: നാം കർത്താവിനോ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമുക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. ഇന്ന് രാവിലെ സമയം ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങളുമായി ഭാരത്തോടും വേദനകളോടും കൂടെ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ സമയം ദൈവാത്മാവിൽ ദൈവവചനത്തിൽ കൂടെ ഞാൻ നിങ്ങളെ വാർപ്പിച്ച് ഉണർത്തുന്നത്, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് വ്യക്തിക്കും കർത്താവ് ഉത്തരം തരും. ഏത് വിഷയത്തിനാണ് ഇന്ന് രാവിലെ നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത്? ആ വിഷയങ്ങളിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് ഉത്തരവുമായി നമ്മുടെ കർത്താവ് കടന്നു വരുവാൻ ശക്തനായ ദൈവമാണ്. നാം വേദപുസ്തകത്തിൽ ഉടനീളം നാം പഠിക്കുമ്പോൾ പഴയ നിയമങ്ങളിലും പുതിയ നിയമങ്ങളിലും കർത്താവിനെ വിളിച്ചപേക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉത്തരങ്ങൾ ലഭിച്ചതായി കാണുവാൻ കഴിയും. ചെങ്കടലിന്റെ തീരത്ത് വെച്ച് മോശ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ മുൻപോട്ട് വിടുകയില്ല, വാഗ്ദത്തങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയുകയില്ല, ഒരു ചുവട് പോലും വെക്കാൻ കഴിയാത്ത നിലയിൽ ചെങ്കടൽ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച മോശയ്ക്ക് വേണ്ടി ചെങ്കടലിൽ ചെങ്കൽ പാത ഒരുക്കി ഉത്തരം നൽകിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകലിൽ നമ്മൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. നമ്മുടെ ആത്മീയ ജീവിതം മുൻപോട്ട് പോകാൻ കഴിയാതെ പല നിലയിലുള്ളതായ ചെങ്കടൽ സമമായ പ്രശ്നങ്ങളുമായി നിങ്ങളും ഈ രാവിലെ സമയം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നെങ്കിൽ, ചെങ്കടലിനെ വറ്റിച്ച ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് ഉത്തരം തരാൻ മതിയായ ദൈവമാണ്. ദൈവത്തിന്റെ ദാസനായ എലിസബത്തും സക്കറിയാവും ദൈവസന്നിധി നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായ വിഷയം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. തനിക്കൊരു തലമുറയിൽ ആലയത്തിൽ സൃഷ്ടിക്കുന്ന പുരോഹിതൻ അനേക കുഞ്ഞുങ്ങളെ കരങ്ങളെടുത്ത് ആശീർവദിക്കുമ്പോൾ, അനുഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു തലമുറയില്ല. എന്നാൽ ആ വിഷയത്തിന്റെ നടുവിൽ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായ അനുഭവമാണ്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്. ദൈവസന്നിധിയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ഉത്തരം കിട്ടാത്ത ചോദ്യം ആ കുടുംബത്തെ നോക്കി പലരും പല നിലയിലുള്ള കാര്യങ്ങൾ പ്രസ്താവിച്ചു. എന്നാൽ അവരുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്തു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായിട്ട് അവർ പ്രത്യക്ഷമായി. സക്കറിയാവിനെ കണ്ട് ഭ്രമിച്ചു പരവശനായി. ദൂതൻ അവരോട് പറഞ്ഞത്, സക്കറിയാവേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ദൈവത്തിന്റെ മക്കളെ, നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സക്കറിയാവിന്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന വിഷയത്തിന് ഉത്തരം ലഭിക്കുകയില്ല. സാഹചര്യം നോക്കിയാൽ, ശരീരം നോക്കിയാൽ ഒരു തലമുറ ജനിക്കുവാനുള്ള സാധ്യതകളില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ താൻ ദൈവിക ശുശ്രൂഷ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതായ അവസരത്തില് ഒരു ദിവസം ആലയത്തിൽ തൻ്റെതായ ശുശ്രൂഷകൾ നിറവടിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. സാഹചര്യങ്ങൾ ഒരിക്കലും ആ നിലയിൽ മുൻപോട്ട് പോകാൻ കഴിയുകയില്ലെങ്കിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന കാര്യത്തിൽ, ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിൽ സക്കറിയാവ് അതിനുവേണ്ടി തയ്യാറായി. എന്നാൽ ആ സക്കറിയാവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരം വാർദ്ധക്യമാണെങ്കിലും നാം അവിടെ വായിപ്പാൻ കഴിയുന്നത്, അങ്ങനെ അവൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവത്തിന്റെ ദൂതൻ ആലയത്തിനകത്ത് വെളിപ്പെട്ട്
അവനോട് സംസാരിക്കുകയാണ്. സക്കരിയാവേ, നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന, നീ ദൈവസന്നിധിയിൽ കരയുന്ന, നീ വിളിച്ചപേക്ഷിക്കുന്ന വിഷയത്തിന് ഞാൻ ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ സമയം ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളുകളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ചോദ്യചിഹ്നങ്ങളായി ജീവിതത്തിൽ ഭാരത്തോടും വേദനയോടും കൂടെ ഈ പ്രാർത്ഥനയിൽ ഇന്ന് രാവിലെ സംബന്ധിക്കുന്ന നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി വചനത്തിൽ കൂടെ ഓർപ്പിച്ചിരിക്കുന്നു. ദൂതൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തേക്ക് ഇറങ്ങി വന്ന്, സഹോദര സഹോദരി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറയത്തക്ക നിലയിൽ ഒരു വലിയ ദൈവപ്രവർത്തി ഇന്ന് രാവിലെ സമയം വെളിപ്പെടുന്നുണ്ട്. ഈ രാവിലെ സമയം വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം ദൈവത്തെ സ്തുതിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഈ രാവിലെ സമയം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൂതൻ ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയായി, ഉത്തരമായി, നിങ്ങളുടെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമെന്ന് ഈ രാവിലെ പറയുമ്പോൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമെങ്കിൽ അത്ഭുതങ്ങളുടെ ദൈവം ഈ ദിവസങ്ങളിൽ തന്നെ നിരാശപ്പെടുന്ന, വേദനപ്പെടുന്ന, ചോദ്യചിഹ്നമായി നിൽക്കുന്ന, അസാധ്യമായി നിൽക്കുന്ന ചില വിഷയത്തിനകത്തേക്ക് ദൂതനെ ഇറക്കി ദൈവികമായ വിടുതൽ നൽകുവാൻ ദൈവം ശക്തനാണെന്ന് ആത്മാവിൽ ഇന്ന് രാവിലെ സമയം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ജനത്തെ ഓർപ്പിച്ചുണർത്തുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഈ വചനം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അത് വിടുതലായി ദൈവപ്രവൃത്തിയായി വെളിപ്പെടുവാൻ കഴിയും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. സക്കരിയാവിന്റെ ജീവിതത്തിൽ ദൈവത്തെ താൻ വിളിച്ചപേക്ഷിക്കുകയാണ്. ആലയത്തിനകത്ത് ഒരു ഭാഗത്ത് ഒത്തിരി വേദനകളുണ്ട്, ഒത്തിരി ചോദ്യചിഹ്നങ്ങളുണ്ടെങ്കിലും ആ വേദനകളെയെല്ലാം മറന്നുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സക്കരിയാവിന്റെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വന്ന് അവനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് രാവിലെ സമയം നമ്മുടെ കാതിൽ കേൾക്കാൻ പോവുകയാണ്, നമ്മുടെ കുടുംബത്തിൽ കേൾക്കാൻ പോവുകയാണ്. നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഉത്തരം ലഭിച്ചുവെന്ന് കേൾക്കത്തക്ക നിലയിൽ ഒരു അസാധാരണ ദൈവിക വിടുതൽ ഈ രാവിലെ സമയം ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത ആ വിഷയത്തെ ഏറ്റെടുക്കുക. ദൈവം അത്ഭുതം ചെയ്യുന്നു. കർമ്മേലിന്റെ മലമുകളിൽ നാം നോക്കിയാൽ ഒരു ഭാഗത്ത് 850 പേരും മറുഭാഗത്ത് ഒരു മനുഷ്യനുമായി, 2 പേരുമായി അവിടെ വിളിച്ചപേക്ഷിക്കുകയാണ്. ഒരാൾ രാവിലെ മുതൽ ഉച്ച വരെ വിളിച്ചു, ഒരു മറുപടിയും കാണുന്നില്ല. എന്നാൽ ഉച്ച കഴിഞ്ഞിട്ട് ശേഷം ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് ക്രമീകരണങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉയരത്തിൽ നിന്ന് തീയിറങ്ങി ജീവിക്കുന്ന ദൈവം എന്ന് വെളിപ്പെടുത്തിയതുപോലെ ആ വചനത്തിന്റെ യാഥാർത്ഥ്യം ആ നിലയിൽ കാണുന്നു. പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഏലിയാവ് ക്രമീകരണങ്ങൾ ചെയ്ത് ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉയരത്തിൽ തീയിറങ്ങി ദൈവം ആരെന്ന് അവിടെ വെളിപ്പെടുത്തിയതുപോലെ നാം സേവിക്കുന്ന ദൈവം ആരെന്ന് അന്ധകാര ശക്തിയുടെ മുമ്പിൽ, ശത്രുക്കളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകിയാൽ ഇന്ന് രാവിലെ സമയം നമുക്കൊന്നുകൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെയ്യാം. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. യോഗ്യതകൾ നോക്കാതെ, ജീവിത സാഹചര്യങ്ങൾ നോക്കാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സകല വ്യക്തികൾക്കും ഉത്തരം തരാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാവിലെ സമയം പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നമ്മെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഉത്തരം ദൈവം തരും. അവനെ വിളിച്ചപേക്ഷിക്കുക. അതിനായി നമുക്ക് തയ്യാറാകാം, പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. കർത്താവ് അതിനായി എല്ലാ കുടുംബങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ധ്വനിയുടെ ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ബെൻസൺ പാസ്റ്ററെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നല്ലോ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നാം ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, ഡൽഹിയിലുള്ള ദൈവദാസൻ എഡിസൺ സണ്ണി അവർ പ്രാർത്ഥിച്ച് ഈ യോഗം ആശീർവാദം പറയും. കർത്തദാസൻ ജോയിൻ ചെയ്തിട്ടുണ്ടോ? എഡിസൺ സണ്ണി, ഡൽഹി.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God. യേശുവിന്റെ രക്തം ചേർന്നെടുക്കുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ആമേൻ രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അസാധ്യത്തെ സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവമേ കർത്താവേ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കിയതുപോലെ കർത്താവേ, ആ ഹല്ലേലൂയ സക്കറിയാവിന് വേണ്ടി ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചതുപോലെ ദൈവമേ, ഞങ്ങളെ ഏത് അസാധ്യത്തെ മേഖല ആണേലും കർത്താവിന്റെ അങ്ങയോട് ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങള് ഹല്ലേലൂയ ഒരു കൈപ്പത്തി മേഘം പോലെ കാണുന്നത് പോലെ സർവശക്തനായ ദൈവമേ ഈ ദിവസങ്ങൾ കർത്താവേ ഞങ്ങളുടെ ഏത് വിഷയമാണേലും അതിനുമേൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം പറയുന്ന കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ കടഭാരമാണേലും ഞങ്ങളുടെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഏത് മേഖല വിഷയമാണേലും സർവശക്തനായ ദൈവമേ ഓ റീബാബ ശംധല റഗന വൈഡരാജല ആമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്ന കർത്തനാകിയ അല്ലെങ്കിൽ വാഴ്ത്തുന്നു സർവശക്തനായ ദൈവമേ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരത്തിലേക്ക് എത്തിച്ചേരുന്നു. ആമേൻ ഹല്ലേലൂയ. കർത്താവേ ഓമേൻ പ്രയുണ്ടാകട്ടെ എന്ന് കർത്താവേ സർവശക്തനായ ദൈവത്തിന്റെ ആമേൻ ശബ്ദം മുഴങ്ങിയപ്പോലുണ്ടായതുപോലെ ഹല്ലേലൂയ ഓരോരോ സൃഷ്ടികൾ ഉണ്ടായതുപോലെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഏത് മേഖലയിലാണേലും ദൈവത്തിന്റെ ആ വചനം അയച്ച് സർവശക്തനായ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. പിന്നെയും അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം പറയുന്ന കർത്താവെ, പ്രാർത്ഥന ധനിക്കായി സ്തോത്രം പറയുന്ന കർത്താവെ, ഞങ്ങളുടെ ദാസൻ രാജബ്രഹ്മാഷനായി ഹാലയ കുടുംബത്തിനായി സ്തോത്രം പറയുന്ന ഞങ്ങളിൽ നിന്ന് പ്രാർത്ഥന ത്രൂ കർത്താവ് വന്ന് ആമി വചനത്തിനായി സ്തോത്രം പറയുന്ന കർത്താവെ, ദൈവമേ എന്ന് ഹാലലിയ പ്രയർ ലീഡ് ചെയ്തേ കത്രദാസിയും കുടുംബത്തിനായി സ്തോത്രം പറയുന്ന കർത്താവെ. ആമേൻ ഹാലിയ ബെൻസൻ ഡാലിൽ ഭാഷവും കുടുംബത്തെ ഞങ്ങളുടെ ഹാലിൽ കരത്തിലേക്ക് ഏൽപ്പിച്ചിരുന്ന് അനുഗ്രഹിക്കണമേ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ ഹാലിൽ ദൈവം പ്രാർത്ഥനായി സ്തോത്രം 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 യേശുവിന്റെ നാമത്തിൽ ആമേൻ 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 आमीन आमीन अब हमारा परमेश्वर का प्रेम प्रभु यीशु मसीह का अनुग्रह पवित्र आत्मा की संगति और सहभागिता हम सभी प्रभु यीशु मसीह की विधि आगमन युगानुभूति रहेंगे. आमीन आमीन हालेलुया स्तोत्रम स्तोत्रम स्तोत्रम. പ്രാർത്ഥന ലീഡ് ചെയ്ത ഗാനങ്ങൾ ആലപിച്ച പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്ത മറ്റ് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതത്തിൽ വന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് അടുത്ത പ്രഭാതത്തിൽ കർത്താവ് ഒരുമിച്ച് കാണാം. ദൈവം ഏവരെയും സഹായിക്കട്ടെ. സംഭാഷണമുണ്ടോ? കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവദാസനുണ്ട് നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് കണ്ട് സന്തോഷിപ്പാൻ ദൈവം പ്രോത്സാഹിക്കട്ടെ. പാപത്തിൽ നിന്നു എന്നെ കോരിയെടുപ്പാനാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ.